ഞാൻ ശ്രേയ, തിരുവനന്തപുരം ജില്ലയിലെ പട്ടം ആര്യസ് എന്ന സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പൂർണ്ണ ഉറൂബ് അവാർഡ് നേടിയ KR വിശ്വനാഥന്റെ ദേശത്തിന്റെ ജാതകം എന്ന പുസ്തകമാണ്. മനുഷ്യ ജീവിതത്തിന്റെ നിഗൂഢതകളുടെ എണ്ണിയാൽ തീരാത്ത രസഭാവങ്ങളാണ് ഈ ബുക്കിലൂടെ KR വിശ്വനാഥൻ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. ചെമ്പൻ വയലും കാറ്റും മരങ്ങളും ജന്തുകുലവുമെല്ലാം ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. വായനക്കാരുടെ ഹൃദയത്തെ തട്ടുന്ന മുഹൂർത്തങ്ങൾ ഇതിൽ നിരവധി ഉണ്ട്. ചെമ്പൻ വയലിലെ പള്ളിയും പള്ളിക്കൂടവും ബാങ്കുവിളിയും ഗുളികനും എല്ലാം വിസ്മയിപ്പിക്കുന്ന ജീവിത കഥകളുമായി നമുക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. പട്ടിയും പശുവും, പരസ്പരം ഒട്ടുനിൽക്കുന്ന മരങ്ങളും ഘടികാരവും വിളക്കും ഒരു പഴഞ്ചൻ ജീപ്പും മനുഷ്യരെ പോലെ തന്നെ നമ്മെ ആഴത്തെ സ്പർശിക്കുന്ന ചില ജീവിത കഥാപാത്രങ്ങളാണ്. കുറുമ കോളനിയിലെ ചിലർക്കെങ്കിലും ചെമ്പൻ വയലിൽ തോട്ടങ്ങളും പാടങ്ങളും സ്വന്തമായി ഉണ്ടായിരുന്നു. അവയെല്ലാം ജലസേചന പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്തിട്ട് 5-6 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അവരുടെ കോളനി ഇരിക്കുന്ന സ്ഥലവും കോളനിക്ക് മുമ്പിലുള്ള പാടങ്ങളും നേരത്തെ അക്വയർ ചെയ്തതാണ്. എന്നാൽ ആ പണം കൈപ്പറ്റാൻ കുറുമ കോളനിയിലെ ആരും തയ്യാറായില്ല. അവർ പറയുന്ന തരത്തിലുള്ള സ്ഥലം കിട്ടാതെ ചെമ്പൻ വയൽ വിടാൻ അവർ ഒരുക്കുമല്ല. കാടിനു ചേർന്നുള്ള ഒരിടം, കൃഷിയിറക്കാൻ കുറച്ച് വയൽ, ഇതേയുള്ളൂ അവരുടെ ആവശ്യങ്ങൾ. ഒരു നിശബ്ദ സമരമായി ഇന്നും അത് നിലനിൽക്കുന്നു. സർക്കാരും അതിൽ വലിയ താല്പര്യം കാണിച്ചില്ല. ഡാമിൽ വെള്ളം ഉയരുമ്പോൾ അല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ ആദിവാസികൾ അവരുടെ സമരത്തെ അവരറിയാതെ തന്നെ മറന്നുപോകും എന്ന് സർക്കാരിനറിയാം. അല്ലെങ്കിൽ ഡാമിൽ വെള്ളം നിറയുന്നതിനൊപ്പം മാറി മാറി പൊക്കോളും. മുസ്ലിയാരും കറുപ്പനും കൊളേരിയും സീതാലക്ഷ്മിയും വിനയനും ആലിക്കുട്ടിയും സീതാലക്ഷ്മിയും എല്ലാം നമുക്ക് മുന്നിൽ പടർന്നാടുമ്പോൾ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ കൃത്യമായ അളവുകോലില്ലാതെ നാം പാടുപെടേണ്ടി വരും. ഏറ്റവും ചെറിയ കഥാപാത്രങ്ങൾക്ക് പോലുമുണ്ട് വലിയ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാൻ. ദേശത്തിന്റെ ജാതകത്തിന് കൂടുതൽ മാനം നൽകുന്നത് ഈ പ്രത്യേകതയാണെന്ന് തന്നെ പറയാം. പിടികിട്ടാത്ത മനുഷ്യ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ഈ കഥാപാത്രങ്ങളിലൂടെ നോവലിസ്റ്റ് ശ്രമിക്കുന്നു. ആസന്നമായ ജലസമാധിക്ക് വേണ്ടി കാത്തു കഴിയുമ്പോൾ പറ്റാത്ത ജീവിത കാമനകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നാം ചെമ്പൻ വയലിൽ കാണുന്നു. അപ്പോൾ ചെമ്പൻ വയൽ ഒരു ദേശത്തിനപ്പുറത്ത് ലോകത്തിന്റെ പരിച്ഛേദമായി പരിണമിക്കുന്നു.